കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ആ പത്രസമ്മേളനം നടത്തിയതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളൊക്കെ തന്നെ വന്നിരുന്നു. പക്ഷെ അതിൽ നിങ്ങളാരും ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്തയുണ്ട്. ആ വാർത്ത യഥാർത്ഥത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും കൈവശം വെക്കുന്നില്ല എന്നുള്ളത് ഹൈക്കമാൻഡിനോടും കോൺഗ്രസ് പാർട്ടിയോടും ഒക്കെ പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ KPCC പ്രസിഡൻ്റായിട്ടുള്ള സണ്ണി ജോസഫ് സാറായിരിക്കും, അതുപോലെ പാർട്ടി രാഷ്ട്രീയകാര്യ സമിതിയൊക്കെ കൂടി അങ്ങനെ പറ്റില്ല, താങ്കൾ ആഭ്യന്തര വകുപ്പോ ധനവകുപ്പോ അതുപോലെ തന്നെ റവന്യൂ ഒക്കെ കയ്യിൽ വെക്കണം എന്നുള്ളത് പുള്ളിനെ നിർബന്ധിച്ചു. പക്ഷേ എന്നിട്ട് പോലും പുള്ളി ആ നിർബന്ധത്തിന് വഴങ്ങാതെ ഏറ്റവും ഒടുവിൽ മനസ്സോടുകൂടി പുള്ളി ധനവകുപ്പ് ഏറ്റെടുത്തു എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ കേൾക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട പ്രേക്ഷകരും അതുപോലെ തന്നെ മാധ്യമ വിശാരദന്മാരൊക്കെ ഇത് വിട്ടുകളഞ്ഞൊരു രംഗമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, യഥാർത്ഥത്തിൽ ഇത് സത്യവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധം, ഒരു 0.0001% എങ്കിലുള്ള ബന്ധമുണ്ടാകുമോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. യഥാർത്ഥത്തിൽ സതീശന് ഇതുപോലെയുള്ള പല അടികളും അടിക്കാൻ വളരെ മിടുക്കനായിട്ടുള്ള ഒരാളാണ് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു സംശയമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുധാകരനും ഇദ്ദേഹവുമായിട്ട് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും, മറ്റേ ഉമ്മൻചാണ്ടിയുടെ അതേ മണ്ഡലത്തിൽ, അതായത് അവിടെ നിന്ന് നമ്മുടെ ചാണ്ടി ഉമ്മൻ ജയിച്ചു വന്ന ഒരു മത്സരം നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ആ ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം 61% വോട്ട് നേടി അതിഗംഭീരമായിട്ടുള്ള വിജയം, 37,000-ൽ പരം വോട്ടുകളുടെ വിജയം അദ്ദേഹത്തിനുണ്ടായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാൻ കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നടന്നിട്ടുള്ളൊരു വാർത്താ സമ്മേളനത്തിൽ നമ്മളെല്ലാവരും തന്നെ നേരിൽ കൺമുമ്പിൽ കണ്ടതാണ്. ആ കൺമുമ്പിൽ കണ്ട കാര്യമെന്ന് പറയുന്നത്, ഞാൻ ആദ്യം സംസാരിക്കുമെന്ന് KPCC പ്രസിഡൻ്റായിട്ടുള്ള സുധാകരൻ വന്നിട്ട് പറയുന്നു. അപ്പോൾ ഇദ്ദേഹമാണെങ്കിൽ സംസാരിക്കേണ്ട എല്ലാ നോട്ടുകളും അതുപോലെ തന്നെ പേപ്പറുകളൊക്കെ എടുത്ത് നന്നായി പ്രിപ്പയർ ചെയ്തിട്ടാണ് സതീശൻ വന്നേക്കുന്നത്. കൂടാതെ അവിടെ തെരഞ്ഞെടുപ്പ് നയിച്ചതൊക്കെ തന്നെ സതീശൻ വലിയ എഫേർട്ട് ഇട്ടിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാൾ തീർച്ചയായിട്ടും പത്രസമ്മേളനം വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്നത് ഞാനാണ് ഒന്നാമൻ, ഞാൻ സംസാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബഹളമുണ്ടാക്കിയത് നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും. അപ്പോൾ അങ്ങനെ ബഹളമുണ്ടാക്കുകയും ഞാൻ ആദ്യം സംസാരിക്കാമില്ല, ഞാൻ സംസാരിക്കാം എന്ന് പറയുകയും ഏറ്റവും ഒടുവിൽ എന്നാൽ താൻ തന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്നാൽ താൻ തന്നെ ശരിയാക്കുക എന്ന് പറഞ്ഞ് ഈ ബൈക്കെല്ലാം കൂടി സതീശൻ തള്ളി വെക്കുന്ന രംഗവും ഒക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടതിന് ശേഷം യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലായി, ആദ്യം പുള്ളി പറഞ്ഞു ഞാൻ തുടങ്ങി വെക്കാം, അതിനുശേഷം താൻ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് സതീശൻ പ്രതിഷേധാത്മകമായിട്ട് ആ സംസാരത്തിൽ ഒരു വാക്ക് പോലും ഉരിയാടിയില്ല. ഏറ്റവും ഒടുവിൽ അവിടെ ഉണ്ടായിട്ടുള്ള വലിയൊരു രംഗം കൂടി കണ്ടു. കാരണം അവിടെ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിൻ്റെ ലേഖകനാണോ ലേഖകനാണോ എന്ന് ഞാൻ ഓർക്കത്തില്ല, ലേഖിക ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊരു ചോദ്യം ചോദിച്ചപ്പോൾ മറ്റേ പണി കിട്ടിയല്ലോ അതുകൊണ്ട് താൻ തന്നെ പറയൂ എന്നുള്ള മട്ടിൽ ഇരിക്കുന്ന സതീശൻ്റെ മുഖഭാവവും ഒക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സതീശനെ ഒന്നും മിണ്ടിയില്ല. ചോദ്യത്തിന് ഉത്തരം പറയുന്നു പറഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലയാട്ടുകയും നിങ്ങളല്ലേ ഇത് ഏറ്റെടുത്തത്, ഇത് ഉത്തരം പറയൂ എന്ന് പറഞ്ഞ് സതീശൻ മിണ്ടാതിരിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ തന്നെ അദ്ദേഹം അതിനുശേഷം വന്ന് നമ്മളോട് നടത്തിയിട്ടുള്ള ഒരു വിശദീകരണം നിങ്ങളെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ആ വിശദീകരണം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് സത്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഈ പറയുന്ന മറ്റേ നിങ്ങൾ സംസാരിച്ചോളൂന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല ഞാനല്ല സതീശൻ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല KPCC പ്രസിഡൻ്റാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഞാൻ മൈക്കുകൾ തള്ളിവെച്ച് കൊടുത്തത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇതിന് ശേഷം അടുത്തൊരു സംഭവം നിങ്ങൾ പ്രത്യേകം ഓർക്കണം, അത് പുതുയുഗ യാത്രയുടെ സമയത്താണ്. ഇങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട്, ഞാനിപ്പോൾ പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ. പുതുയുഗ യാത്രയുടെ സമയത്ത് നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും, ഷാഫി പറമ്പിലിനെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ചില്ല കോഴിക്കോട് വെച്ച്. അപ്പോൾ അങ്ങനെ ക്ഷണിക്കാതിരിക്കുകയും ഇദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം വന്ന് സംസാരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവിടെ ഷാഫിയെ ക്ഷണിച്ചില്ല, എന്ത് പണിയാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. കാരണം ഷാഫി അവിടുത്തെ MP ആണ്, അദ്ദേഹത്തെ ക്ഷണിക്കേണ്ടതാണ്. അപ്പോൾ അവിടെയുള്ള ഒരു KPCC സെക്രട്ടറി തന്നെ ഷാഫി ഇനിയും മാറ്റി പറയേണ്ട എന്ന് പറഞ്ഞ് ഷാഫി ബലമായി പിടിക്കുകയും ഷാഫി അതിലൊരു അമർഷം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ താഴേക്ക് വീഴുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ വി.ഡി. സതീശൻ്റെ ഒരു വിശദീകരണം ഉണ്ടായിരുന്നു. ആ വിശദീകരണം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്ന് പറയുന്നത്, ഇത് ഞാൻ യഥാർത്ഥത്തിൽ അവിടെ ഷാഫിയാണ് പറഞ്ഞത് നമുക്ക് സമയം കുറവാണ് അതുകൊണ്ട് ഞാനൊരിക്കലും സംസാരിക്കുന്നില്ല, നിങ്ങൾ വി.ഡി. സതീശൻ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞത് ഷാഫിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഒരു പച്ച കള്ളം എന്ന് നമ്മൾ പറയുന്നത് മുഖ്യമന്ത്രിയാകുമ്പോൾ ശരിയല്ലെങ്കിൽ അസത്യം അദ്ദേഹം പറയുകയുണ്ടായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ 2 സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി മറ്റൊരു സംഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ന്യായീകരണം വളരെ വിചിത്രമായിരുന്നു. അതെന്ന് പറയുന്നത്
ഇയാളേത് മൈ എന്ന് പറഞ്ഞ് പോയി കിടക്കുകയാണ് എന്ന് ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ആ സംഭവത്തിൽ പുള്ളി പറയുന്നത് ഇതൊക്കെ നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതല്ലേ, നിങ്ങളൊക്കെ തമ്മിൽ വിളിക്കാറില്ലേ, അതൊക്കെ തന്നെയാണ് KPCC പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവൊക്കെ തമ്മിൽ വിളിക്കുന്നത് എന്ന് പറയുന്ന വിചിത്രമായിട്ടുള്ളൊരു ന്യായമുണ്ടായി. അപ്പോൾ ആ വിളി കഴിഞ്ഞിട്ട് അത്തരത്തിലുള്ള ന്യായീകരണം നമ്മൾ കേട്ടു. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അഭ്യാസം പുറത്തേക്ക് വന്നത് നിങ്ങളറിയേണ്ടത് മറ്റേ നമ്മുടെ KPCC പ്രസിഡന്റ് ആയിരുന്ന K. സുധാകരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ല, അതിൻ്റെ ചില പരിഭവങ്ങൾ പരാതികളൊക്കെ തന്നെ സൂചിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു FB പോസ്റ്റ് ഇട്ടു. അപ്പോൾ ആ FB പോസ്റ്റ് ഇട്ടതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ സതീശൻ വന്നിട്ട് പറയുന്നത് ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു, അദ്ദേഹം ഒരു FB പോസ്റ്റും ഇട്ടിട്ടില്ല, ആ FB പോസ്റ്റ് ഇട്ടിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് FB എന്താണെന്ന് പോലും അറിയില്ല, പകരം അദ്ദേഹം FBയിലൊന്നും ആക്റ്റീവായിട്ടുള്ള ഒരാളല്ല എന്നൊക്കെ തന്നെ പറയുകയും അദ്ദേഹം ഫേസ്ബുക്ക് എന്താണെന്ന് പോലും അദ്ദേഹത്തിന് ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നൊക്കെയുള്ള നിലക്ക് വാചകം അടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനുശേഷം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഈ K. സുധാകരൻ തന്നെ വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം 2 കാര്യങ്ങൾ പറഞ്ഞു. ആ കേട്ടിട്ട് ഞാൻ എൻ്റെ തലയറിഞ്ഞ് തിരിച്ചുപോയി, ശരിക്കും പറഞ്ഞാൽ തലയടിച്ച് തിരിച്ചുപോയി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പുള്ളി പറയുന്നത് ഫേസ്ബുക്ക് എന്താണെന്ന് എനിക്കറിയാം, ഞാൻ തന്നെയാണ് ഫേസ്ബുക്ക് ഹാൻഡിൽ ചെയ്യുന്നത്, അതുകൊണ്ട് ഫേസ്ബുക്കിൽ എഴുതിയത് ഞാൻ തന്നെയാണ് എന്ന് പുള്ളി പറഞ്ഞു. ഒന്ന്. ഇനി അതുപോട്ടെ അടുത്തൊരു കാര്യം പുള്ളി പറഞ്ഞിട്ട് ഞാൻ ചെട്ടിത്തെരിച്ചു പോയി. അതെന്താണെന്ന് വെച്ചാൽ VD സതീശൻ എന്നെ വിളിച്ചിട്ടുമില്ല സംസാരിച്ചിട്ടുമില്ല എന്നാണ്. അപ്പോൾ ഈ 4 സംഭവങ്ങൾ ഇതുപോലെ വളരെ കൃത്യമായി ന്യായീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ള സതീശനെ സംബന്ധിച്ചോളം ഇതുപോലെയുള്ള ആരും വിശ്വസിക്കാൻ സാധ്യതയില്ലാത്ത കോൺഗ്രസ്സുകാർ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവർ ഇന്നലെ തന്നെ ശരിക്കും പറഞ്ഞാൽ താഴെ തലയറിച്ച് തിരിച്ച് മണ്ണ് കപ്പിയിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രി വന്നിട്ട് പറയുന്നു എനിക്ക് പ്രധാനപ്പെട്ട ഒരു വകുപ്പും വേണ്ട, അപ്പോൾ ഇനി അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നേരത്തെ ചിഞ്ചുറാണി കൈകാര്യം ചെയ്യുന്ന മൃഗസംരക്ഷണ വകുപ്പ് മാത്രം എനിക്ക് തന്നാൽ മതി പ്ലീസ്, ഞാൻ എന്ത് ചെയ്തോട്ടെ, ഞാനിവിടെ സ്വച്ഛമായി വിഹരിച്ചോട്ടെ എന്നുള്ളതാണ് പറയുന്നത്. സത്യത്തിൽ ഈ വകുപ്പ് കിട്ടാനും മുഖ്യമന്ത്രിയാകാനും ഒക്കെ എന്തൊക്കെ ഇടിയായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളൊക്കെ എന്തൊക്കെ പ്രവർത്തനമാണ് നടത്തിയത് എന്നുള്ളതൊന്നും ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട സതീശൻ സാർ, താങ്കളിപ്പോൾ മുഖ്യമന്ത്രിയാണ്, താങ്കളൊരു വർത്തമാനമൊക്കെ പറയുമ്പോൾ ഒരു മയത്തിൽ വേണം തള്ളാൻ എന്നുള്ളത് മാത്രമേ എനിക്ക് താങ്കളോട് വിനയപൂർവ്വം അപേക്ഷിക്കാനുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ നിന്ന് ഈ പറയുന്ന പോലെ കോയമ്പത്തൂരോ ബാംഗ്ലൂരോ ഒക്കെ ചെന്ന് വീഴും എന്നുള്ളത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ഇത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടല്ല, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്മളൊരു മെമ്പർഷിപ്പ് ഇതിനകത്ത് ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. മെമ്പർഷിപ്പുകൾ എടുത്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് വലിയ ബെനിഫിറ്റുകളൊന്നും കിട്ടില്ല, നിങ്ങൾക്ക് ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള മെമ്പർഷിപ്പുകളും നിങ്ങളുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടും ഒക്കെ നമുക്ക് വേണ്ടി വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ മറ്റൊരു ചാനൽ കൂടി ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അതിൽ ആദ്യത്തെ പോഡ്കാസ്റ്റ് 24,000 പേരും, രണ്ടാമത്തെ പോഡ്കാസ്റ്റ് 2 പോഡ്കാസ്റ്റുകളാണ്. ആദ്യത്തേത് 1 മണിക്കൂർ 44 മിനിറ്റും, രണ്ടാമത്തെ പോഡ്കാസ്റ്റ് 50 മിനിറ്റുള്ള ഒരു പോഡ്കാസ്റ്റാണ്. ആ പോഡ്കാസ്റ്റ് ഇപ്പോൾ ഏതാണ്ട് 1,50,000-ലധികം ആളുകളും കണ്ടു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സ്വീകരണത്തിന് വലിയ നന്ദി. പക്ഷേ അത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ എടുക്കുന്നത് വളരെ എക്സ്പെൻസീവായി ചിലവേറിയ ഒരു കാര്യമായതുകൊണ്ടാണ് തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെടാറുള്ളത്. അപ്പോൾ സപ്പോർട്ട് ഒന്നില്ലെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട്, അതിലേക്കും ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്നും ചെയ്യാൻ കഴിയാത്തവർ വിഷമിക്കേണ്ട, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും നമ്മളുടെ വീഡിയോകൾ കണ്ടുകൊണ്ടും ഒക്കെ തന്നെ നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ആ രണ്ടാമത്തെ പോഡ്കാസ്റ്റ് കാണാത്തവരെല്ലാവരും തന്നെ കാണണം. കാരണം കേരളത്തോട് ആദ്യമായി ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ഞാനാണ്. അത് VD സതീശൻ എങ്ങനെ മുഖ്യമന്ത്രി ആയി എന്നുള്ളതും അതിൻ്റെ പുറകിലുള്ളൊരു കഥ എന്താണ് എന്നുള്ളതുമൊക്കെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ആ കഥ ഏതാണ്ട് ഇപ്പോൾ ആളുകൾക്കൊക്കെ തന്നെ മനസ്സിലായിരിക്കുന്നു. ഈ കഴിഞ്ഞ കേവലം 40 ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് മനസ്സിലായിരിക്കുന്നു ജനത്തിന് എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ആ രഹസ്യങ്ങൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരിക്കലും കാണാതെ പോകരുത്. കാരണം മുൻകൂട്ടി പറഞ്ഞതെല്ലാം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ആ പോഡ്കാസ്റ്റ് കാണുമ്പോൾ വ്യക്തമാകും. ചാനലിൻ്റെ പേര് മറന്നു പോകണ്ട. അതിൻ്റെ പേര് ജനകീയ പൊതുബോധത്തിനുമപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ്. ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കൊടുക്കുമ്പോൾ കിട്ടണമെങ്കിൽ BCC വിത്ത് രതീഷ് ചക്രപാണി എന്നുള്ളത് ആണ് അടിച്ചു കൊടുക്കേണ്ടത്.